السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. വേദിയിലും സദസ്സിലും പ്രഗത്ഭരുണ്ട്, നന്നായി അവരെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനു മുമ്പിലാണ് 6 പതിറ്റാണ്ട് കേരളക്കരയിലെ സുന്നി പ്രസ്ഥാനത്തിൻ്റെ ശബ്ദത്തെ ലോക അടിസ്ഥാനത്തിലെത്തിച്ച വിപ്ലവകാരിയായ AP ഉസ്താദ് എന്ന് നമ്മൾ വിളിക്കുന്ന, ഷെയ്ഖുന എന്ന് നമ്മൾ വിളിക്കുന്ന, സുൽത്താനുൽ ഉലമ എന്ന് നമ്മൾ വിളിക്കുന്ന, ഗ്രാൻഡ് മുഫ്തി എന്ന് നമ്മൾ വിളിക്കുന്ന അറബ് ലോകത്തിന് സുപരിചിതരായ ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദിനെ പരിചയപ്പെടുത്താനുള്ള ചുമതലയാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. സാധ്യം അല്ല, ഹൈലി ഇമ്പോസിബിൾ ടാസ്ക്കാണ്. അതോടൊപ്പം തന്നെ എന്നെ ഏൽപ്പിച്ചപ്പോൾ നിങ്ങൾ സദസ്സിൽ കണ്ടു, വ്യത്യസ്തനായ ഓഡ് മാൻ ഔട്ടാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഭാഷയിലാണ് ഞാൻ ഉസ്താദിനെ മനസ്സിലാക്കി തരുവാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. അതെങ്ങനെ ഞാൻ ചെയ്തത്? ഇന്ന് ലോകം രാജ്യത്തെ പഠിക്കുന്നത്, അവരുടെ ശക്തി പഠിക്കുന്നത്, വ്യക്തികളെ അവരെന്തൊക്കെ ചെയ്തു എന്ന് പഠിക്കുന്നത് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച സുസ്ഥിര വികസന ഗോളുകളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ശ്രമിച്ചത് അതിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, ജോലി, വിമൻ എംപവർമെൻറ്റ് അഥവാ സ്ത്രീ ശാക്തീകരണം, സുസ്ഥിര വികസനം, പ്രത്യേകിച്ച് സമുദായത്തിൻ്റെ സുസ്ഥിരമായ വികസനം ഏത് രീതിയിൽ മഹാനായ AP ഉസ്താദ് നേടിയെടുത്തു എന്നതാണ് എൻ്റെ പ്രമേയം. ആ പ്രമേയത്തെ ഞാൻ ഈ സംസാരത്തിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത് ഈ 5 കാര്യങ്ങളിൽ എന്തെല്ലാം സംഭാവനകൾ മഹാനായ നമ്മുടെ AP ഉസ്താദ്, നമുക്ക് അങ്ങനെ വിളിക്കാം, AP ഉസ്താദ് എന്ന് വിളിക്കാം, ആ കോൺട്രിബ്യൂഷൻ, ആ നൽകിയ സംഭാവനകൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഏത് രീതിയിൽ സമൂഹത്തിന് അത് ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു, രാജ്യത്ത് ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നൊരു അനാലിസിസാണ്. ഇത് രണ്ടും കഴിഞ്ഞാൽ ഇത് രണ്ടിലും എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അടുത്തതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ല. ഞാൻ ഇന്നത്തെ ഏറ്റവും വലിയ മോഡേൺ ടൂൾസായ, ഞാൻ കൊടുത്ത ഡാറ്റ വെച്ചുകൊണ്ട് ഇന്നത്തെ മോഡേൺ ടൂളുകളായ ChatGPTയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റു പല ടൂളുകളും, പൈലറ്റ് പോലെ ടൂളുകൾ വെച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൽ വിട്ടുകൊടുത്തു. അങ്ങനെയുള്ള ലോകം നോക്കുക. ലോകം നോക്കുന്ന രീതിയിൽ നോക്കാൻ വേണ്ടി ഈ കോൺട്രിബ്യൂഷൻസ് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടറിന് വിട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയാണ് ഷെയ്ഖ് അബൂബക്കർ എന്ന കേരളം സംഭാവന ചെയ്ത ഈ റവല്യൂഷണറി മൂവ്മെൻറ്റ്, റിനൈസൻ നടത്തിയ ഞങ്ങൾ AP ഉസ്താദ് വിളിക്കുന്ന ആളുകളുമായി നിങ്ങൾ ലോകത്ത് ഇത്തരം സംഗതികൾ ചെയ്ത ആളുകളുമായി ഒരു താരതമ്യം പടുത്തി എനിക്ക് റിപ്പോർട്ട് തരണം. അതിൽ അവർ ചെയ്യാത്തത് എന്താണ് ലോകത്തിനു വേണ്ടി AP ഉസ്താദ് നൽകിയ സംഭാവനകൾ എന്നുകൂടി എനിക്ക് പറഞ്ഞു തരണം എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഡാറ്റൻ്റെ ഫിഡിലിറ്റി, ഞാൻ കൊടുത്ത ഡാറ്റയുടെ സുതാര്യത, അതിൻ്റെ ആക്യുറസി, അതിൻ്റെ അഭാവം എന്ന് പറയുന്നത് ഡാറ്റ 50% പോലും ഡാറ്റ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മഹാനായ AP ഉസ്താദ് ലോകത്ത് നൽകിയ, രാജ്യത്ത് നൽകിയ സംഭാവനകളെ എഴുതി ഉണ്ടാക്കി ഡാറ്റ ആക്കി മാറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കൂടുതൽ ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ പല റിപ്പോർട്ടുകളും എനിക്ക് കമ്പ്യൂട്ടർ പറഞ്ഞു തരുമായിരുന്നു. ഡാറ്റയുടെ പരിമിതി മാത്രമാണ് ലിമിറ്റേഷൻ. 10 ആളുകളെയാണ് കമ്പ്യൂട്ടർ എനിക്ക് കൊണ്ടുവന്നത്. ആ 10 ആളുകളിൽ 2014 നോബൽ സമ്മാനം നേടിയ കൈലാഷ് സത്യവർത്തി ഉണ്ട്, മദർ തെരേസയുണ്ട്, എന്നതുപോലെ തന്നെ മുഹമ്മദ് യൂനുസ് ഉണ്ട്, ബംഗ്ലാദേശിൻ്റെ നോബൽ സമ്മാനം നേടിയ. അങ്ങനെ നോക്കിയാൽ ടാറ്റ ഗ്രൂപ്പുണ്ട്, യൂസഫ് അലിൻ്റെ ഗ്രൂപ്പുണ്ട്, രവിപിള്ളയുടെ ഗ്രൂപ്പുണ്ട്. ഇവരെയൊക്കെ വെച്ചുകൊണ്ടായിരുന്നു എനിക്ക് തന്ന ഒരു താരതമ്യ പഠന റിപ്പോർട്ട്. അതിൽ വിദ്യാഭ്യാസത്തെ മാത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, മഹാനായ AP ഉസ്താദിൻ്റെ നേരത്തെ ഇവിടെ പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ്, നേരത്തെ നിങ്ങൾ എണ്ണിയ ആളുകൾ നേടിയെടുത്ത ഏകദേശം 22,000-ഓളം പഠനശാലകൾ ഉണ്ടാക്കുന്നതിൽ ഈ സമൂഹം വിജയിച്ചിട്ടുണ്ട്. അത് KG, ZQ എന്ന് പറയുന്ന KG പ്ലസ് നമ്മുടെ മദ്രസ, അറബിക് കോളേജുകൾ നോക്കിയാൽ 22,000-ലേറെ
അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 400ഓളം സ്കൂളുകൾ CBSE അല്ലെങ്കിൽ കേരള സ്കൂളുകൾ. ഇത് പറയാൻ കാരണം ആർക്കും ഇത് സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടില്ല, അത് നമ്മളോട് അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ മുമ്പിൽ ഡാറ്റ വെക്കുന്നത്. ഏകദേശം 638ഓളം കോളേജുകളും ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളും ITIകളും നമുക്ക് ഈ കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയിലും സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രൈമറി മറ്റാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഫീസോടുകൂടി മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണല്ലോ ജാമ്യ മർക്കസ് നോളജ് സിറ്റി. ഇനി അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ് അവർ തന്നെ പറഞ്ഞു തന്നതാണ്. ഈ ഭാഗങ്ങൾ ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തിയത് ഞാനല്ല, കമ്പ്യൂട്ടർ ചെയ്ത ജോലിയാണ്. അവരെടുത്തു കൊണ്ടുവന്നത് ഏകദേശം നമ്മൾ അറിയുന്ന 7 ഭൂഖണ്ഡങ്ങളിലും ആ വിദ്യാർത്ഥികളുടെ പ്രസൻസുമുണ്ട്. അവരവിടെ സാമൂഹ്യപരമായ മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുമുണ്ട്. അതിലവർ എടുത്തു കാണിച്ചത് ന്യൂസിലാൻഡ് ചർച്ച് ഗേറ്റ് മസ്ജിദിൽ നടന്ന ആ വെടിവെപ്പ് ആക്രമണത്തിൽ ഒരു സഖാഫിയായിരുന്നു ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്ററുടെ കൂടെ നിന്നുകൊണ്ട് ആ സാന്ത്വന പ്രവർത്തനങ്ങളും മറ്റു റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ മെൻ്റൽ റീഹാബിലിറ്റേഷൻ പരിപാടികൾ നടത്തിയതിൽ ഒരു സഖാഫി ഉണ്ടായിരുന്നു. അത് മാധ്യമങ്ങൾ BBC ഉൾപ്പെടെ എടുത്ത് കാണിച്ചതായിരുന്നു. അങ്ങനെ പോയാൽ നമുക്കിങ്ങോട്ട് വന്നാൽ USA, UK, കാനഡ, യൂറോപ്പിലൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾ ഫുൾ സ്കോളർഷിപ്പോട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്കോളർഷിപ്പാണ് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ്. ആ സ്കോളർഷിപ്പ് നേടി നമ്മുടെ കുട്ടികൾ അമേരിക്കയിലെ വലിയ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. IFS നേടിയെടുത്തിട്ടുണ്ട്. ഇനി അറബികൾക്ക് മാത്രം കുത്തകയായിരുന്ന UAE പള്ളികളിലെ ഇമാമത്ത് ജോലി നമ്മുടെ കുട്ടികൾ ഇന്ന് അറബികളെ വെല്ലുന്ന രീതിയിലുള്ള ഖിറാഅത്തും തജ്വീദ് ഉപയോഗിച്ചുകൊണ്ട് പള്ളികൾ ഇമാമായി നിൽക്കുന്നു എന്ന വാർത്തയും, അതുപോലെ തന്നെ ലോകത്തിലെ തേർഡ് ലാർജസ്റ്റ് ഓയിൽ കമ്പനി അഡ്നോക്കിൽ 10,000-ലേറെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുള്ളതും കൂട്ടി വായിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ കമ്പാരിസൺ, ഈ നേട്ടങ്ങളെ വിദ്യാഭ്യാസപരമായി നേടിയെടുത്ത ഈ പ്രതിഷേധങ്ങളെയും ഈ നമ്മൾ കണ്ടു കൊടുവടിയും എല്ലാം അവിടെ ചർച്ചയ്ക്ക് വിധേയമായിരുന്നു. ഇതിനിടയിൽ നിന്നുകൊണ്ട് ക്രിയാത്മകമായി നേടിയെടുത്ത വിദ്യാഭ്യാസ പദ്ധതിയെ അവർ ChatGPT എനിക്ക് കമ്പയർ ചെയ്ത് തന്നത്. കൈലാഷ് സത്യാർത്ഥി അദ്ദേഹം കുട്ടികളെ, അതായത് ഈ ബാലവേല ചെയ്ത കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് അടുത്തുള്ള സ്കൂളിൽ ആക്കി എന്നതാണ് മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് കൈലാഷ് സത്യാർത്ഥി. അതിനാണ് അദ്ദേഹത്തിന് 2014 നോബൽ സമ്മാനം കിട്ടിയത്. 1979 മദർ തെരേസയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയത് സ്ലമ്മിലുള്ള കുട്ടികളെ തിരഞ്ഞുപിടിച്ചു കൊണ്ടുവന്ന് അവർക്ക് ബേസിക് സ്കില്ല് കൊടുക്കുകയും പ്രദേശത്തിൽ സ്കൂളിലാക്കുകയും ചെയ്തു എന്നതും, ലെപ്രസി അഥവാ കുഷ്ഠരോഗം ബാധിച്ചവരെ കണ്ടെത്തി അവർക്ക് സ്വാതന്ത്ര്യം നൽകിയതുമാണ് മദർ തെരേസയ്ക്ക് 1979 നോബൽ സമ്മാനം കിട്ടാൻ കാരണമായത്. പിന്നെ അവരെടുത്തത് വർക്കി ഗ്രൂപ്പിനെയാണ്. വർക്കി ഗ്രൂപ്പാണ് നെറ്റ്വർക്ക് സ്കൂൾ ഓഫറിംഗ് പ്രീമിയർ എഡ്യൂക്കേഷൻ. അതിൽ 80 സ്കൂളുള്ളപ്പോൾ നമ്മുടെ CBSE സിലബസും കേരള സിലബസും പഠിപ്പിക്കുന്ന 400ഓളം സ്കൂളുകൾ നമ്മുടെ കീഴിലുണ്ട് എന്നത് കുട്ടി വായിച്ചുകൊണ്ട് എന്നോട് കമ്പ്യൂട്ടർ പറഞ്ഞു തന്നത്, ഷെയ്ഖ് അബൂബക്കർ അപ്രോച്ച് ഇൻ എഡ്യൂക്കേഷൻ ഈസ് ബ്രോഡർ ഇൻ സ്കോപ്പ്. അത് വിശാലമായ സ്കോപ്പുണ്ടതിന്. അതോടൊപ്പം തന്നെ അതിൽ വ്യക്തിയെ സമൂലം മാറ്റിയെടുത്തുകൊണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരനാക്കി മാറ്റുന്നു എന്ന വലിയൊരു കോൺട്രിബ്യൂഷനാണ് AP ഉസ്താദ് ചെയ്തതെന്നാണ് എന്നോട് സിസ്റ്റം പറഞ്ഞു തന്നത്. കൂടുതൽ പറഞ്ഞു തന്നു, അത് വിദ്യാഭ്യാസം കൊടുക്കുക മാത്രമല്ല ജനങ്ങളിൽ പ്രതീക്ഷ വർദ്ധിപ്പിച്ചു, അവരെ ശാക്തീകരിച്ചു, അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ വിഷൻ വരച്ചു കാണിച്ചു കൊടുക്കുന്നതിലും മറ്റ് ഈ പറയപ്പെട്ട നോബൽ പ്രൈസ് വിന്നറെ അപേക്ഷിച്ച് AP ഉസ്താദിന് കഴിഞ്ഞു എന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡാറ്റ അനലിറ്റിക്സൽ സൊല്യൂഷൻസ്. Education can indeed shape future of generation. Education, the classic definition it's going to create a first class gentleman എന്ന് പറയുന്നിടത്ത് അത് സാധിച്ചു എന്നത് അതിൻ്റെ ഫൈനസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന നൂറുകണക്കിന് കുട്ടികളെ പഠിപ്പിച്ച് തിരിച്ചവരങ്ങോട്ട് പോയി നടത്തിയ കാശ്മീരിൻ്റെ പ്രശ്നഭരിതമായ കാശ്മീരിനെ വിദ്യാഭ്യാസ ആ പാതയിൽ
വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന കണ്ടെത്തലുമാണ് എന്നോട് കമ്പ്യൂട്ടർ അനാലിസ്റ്റ് പറഞ്ഞു തന്നത്. ഇനി രണ്ടാമത്തത്, ആരോഗ്യരംഗത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് എണ്ണാൻ എനിക്ക് സമയമില്ല. അതിൽ അവരെടുത്തു പറഞ്ഞ പ്രധാന സംഭവം 50,000-ഓളം ട്രെയിൻഡ് ആയിട്ടുള്ള വളണ്ടിയേഴ്സ്, അതിൻ്റെ പേരാണ് സ്വാന്തനം. ആ സ്വാന്തനം എന്ന വളണ്ടിയേഴ്സിൻ്റെ ഇമ്പാക്റ്റ് ഗവൺമെൻറ്റുകളെ നെട്ടിച്ചുകൊണ്ട് 2018-ലുണ്ടായ ഫ്ലഡ്, കേരള അനുഭവിച്ച ആ വെള്ളപ്പൊക്കവും 2019-24 വയനാടിലുണ്ടായ ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിലിൽ ഗവൺമെൻറ്റുകളുടെ സഹായം എത്തുന്നതിന് മുമ്പ് ഓടിയെത്തുകയും അനേകം റിലീഫ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടും മെഡിക്കൽ എയ്ഡ് കൊടുത്തുകൊണ്ടും 1000-ഓളം ഫാമിലികളെ, 4500 ഫാമിലികളെ ആലുവയിൽ, 4500 ഫാമിലികളെ നമ്മുടെ ആലുവയിലൊരു പഞ്ചായത്തിൽ മാത്രം RRR മിഷനിലൂടെ റിലീഫ് കൊടുത്തുകൊണ്ട്, റെസ്ക്യൂ ചെയ്തുകൊണ്ട്, റീഹാബിലിറ്റ് ചെയ്തുകൊണ്ട് 4500 കുടുംബങ്ങളെ അവർ വീട്ടിലേക്ക് പോകാൻ സഹായിച്ച ആ ഒരു റിലീഫ്, സ്വാന്തനം നടത്തിയ റിലീഫിനോളം തുല്യമായ സംഗതി ലോകത്തിലില്ല എന്നതാണ് എന്നോട് കമ്പ്യൂട്ടർ പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല. അങ്ങനെയാണല്ലോ ലോകം, ആ കമ്പ്യൂട്ടർ കൊണ്ടാണല്ലോ ലോകം അളക്കുന്നതും. ഇനി അതിൽ ബെസ്റ്റ് പ്രാക്ടീസ് അവർ കൊണ്ടുവന്നത് നോബൽ സമ്മാന വിദഗ്ധരായ അനേക പ്രാവശ്യം നോബൽ സമ്മാനത്തിന് റെക്കമെൻഡ് ചെയ്ത ഈദി ഫൗണ്ടേഷൻ്റെ അബ്ദുൽ സത്താർ ഈദി ഓഫ് പാകിസ്ഥാനെ കൊണ്ടത്. അന്നേരം അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ചെയ്തതിലും കൂടുതൽ, അതായത് പല ഘട്ടങ്ങളിൽ നോബൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്ത ഈദി ഫൗണ്ടേഷൻ്റെ ചെയർമാനായ അബ്ദുൽ സത്താർ ഈദി ഓഫ് പാകിസ്ഥാൻ ചെയ്തതിലും കുറേ കാര്യങ്ങൾ ഷെയ്ഖ് അബൂബക്കറിനെ ഇത്തരം മേഖലയിൽ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്നുകൊണ്ട് ആളുകളെ സമാശ്വസിപ്പിക്കാനും റീഹാബിലിറ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അതിന് തുല്യമായിട്ടൊന്നില്ല എന്നതാണ് അവർ പറഞ്ഞു തരുന്നത്. എന്നിട്ട് പറയുന്നത്, ഷെയ്ഖ് അബൂബക്കറിൻ്റെ ആരോഗ്യ മേഖലയിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മരുന്ന് കൊടുക്കുന്നതിലുപരി ഏകദേശം 10,000-ഓളം ടോയ്ലറ്റ് ഉണ്ടാക്കാൻ സഹായിച്ചുകൊണ്ട് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയറിൽ സംഭാവന നൽകി എന്നാണ് പറയുന്നത്. 6028 വില്ലേജുകളിൽ നല്ല കുടിക്കാനുള്ള വെള്ളം പ്രോജക്റ്റുകൾ ചെയ്തു. എന്നിട്ട് അവർ പറയുന്നത്, ഈ മോഡൽ ഇന്ത്യക്ക് മാത്രമല്ല, അഥവാ സ്വാന്തനം മുന്നോട്ട് വെച്ച, RCFI മുന്നോട്ട് വെച്ച ഇത്തരം ആരോഗ്യ മേഖലയുടെ ഇടപെടൽ ഇന്ത്യക്ക് മാത്രമല്ല മോഡലായി എടുക്കേണ്ടത്, ആഫ്രിക്ക പോലത്തെ ഇന്ന് മനുഷ്യകുലം അനുഭവിക്കുന്ന തീരാ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മോഡലായി എടുക്കാൻ കഴിയുമെന്ന് കൂടി നമ്മോട് പറഞ്ഞു തരുന്നു. ഇനി വിമൻ എംപവർമെൻറ്റ്, നമ്മൾ സ്ത്രീകളെ അല്ലേ പള്ളി ഉണ്ടാക്കുന്ന എല്ലാ സ്ത്രീകളെ നമ്മൾ മൂടി വെച്ചു എന്നൊക്കെ ഈ ആരോപണം നിലനിൽക്കുമ്പോൾ, നമ്മൾ ഏകദേശം നമ്മുടെ ജോലി സ്ഥലത്ത് 50% മർക്കസ് നോളസിലുൾപ്പെടെ നമ്മുടെ ജോലിക്കായിട്ട് വെച്ചിട്ടുള്ളത് ടീച്ചർമാർ, ഡോക്ടർമാർ സ്ത്രീകളാണ്. കൂട്ടത്തിൽ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ഏകദേശം മർക്കസ് നോളസിറ്റിയുടെ പരിസരത്തുള്ള 100-ഓളം സ്ത്രീകളെ ബൾബുണ്ടാക്കാനും സോപ്പുണ്ടാക്കാനും പഠിപ്പിച്ചുകൊണ്ട്, അത് പഠിപ്പിക്കുക മാത്രമല്ല, അതൊരു വിറ്റ് കുടുംബം നോക്കുന്ന അവസ്ഥയിലേക്ക് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കമ്പാരിസൺ എനിക്ക് പറഞ്ഞു തന്നത് മുഹമ്മദ് യൂനിസിൻ്റെ ഗ്രാമീൺ ബാങ്കിൻ്റെ, അഥവാ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നൽകിക്കൊണ്ട് ബംഗ്ലാദേശിലെ സ്ത്രീകളെ ശാക്തീകരിച്ച് നൊബൽ സമ്മാനം കിട്ടിയ മുഹമ്മദ് യൂനിസുമായിട്ടുള്ള കമ്പാരിസനാണ് ഷെയ്ഖ് അബൂബക്കറിനെ കുറിച്ച് എന്നോട് ഡാറ്റ അനലിറ്റിക്സിൻ്റെ റിസൾട്ട് പറഞ്ഞു തന്നത്. പിന്നെ അവർ കമ്പയർ ചെയ്തത് ഇത്തരം മേഖലയിൽ വില്ലേജുകളെ, അഥവാ വില്ലേജുകളിലെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ ഷെയ്ഖ് അബൂബക്കർ നേടിയെടുത്ത വിജയത്തെ അവർ പിന്നെ കമ്പയർ ചെയ്യുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്കില്ലിംഗ് വുമൻ ഫോർ ദ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ആയിട്ടാണ്. എന്നിട്ട് പറയുന്നു, ആസ് ഹി റിമൈൻഡ് us always, empowering a woman is empowering the generation. അൽ ഉമ്മു മദ്റസത്തുൻ എന്നതാണ്. ജോലിയുടെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കമ്പാരിസൺ എടുത്തത് ലുലു ഗ്രൂപ്പ്, മലബാർ ഗോൾഡ്, ടാറ്റ ഗ്രൂപ്പ്, രവിപിള്ള ഗ്രൂപ്പ്, RP ഗ്രൂപ്പിൻ്റെ ഒക്കെ ഡാറ്റ വെച്ചുകൊണ്ട് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ChatGPT എനിക്ക് പറഞ്ഞു തന്നത് 1,30,50,000 പെയ്ഡ് എംപ്ലോയീസ് നമ്മുടെ പ്രസ്ഥാനത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 1,30,50,000 പെയ്ഡ് എംപ്ലോയീസ്. ടീച്ചർമാരാകാം, അധ്യാപകരാകാം, ടെക്നീഷ്യൻസ് ആകാം, എൻജിനീയേഴ്സ് ആകാം, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാം. ഇതിൻ്റെ കമ്പാരിസൺ പറഞ്ഞത്
ടാറ്റ 6 ലക്ഷത്തിലേറെ ജോലി കൊടുക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ ബില്യണർ പട്ടികയിൽപ്പെട്ട ഈ ഗ്രൂപ്പുകളുടെ മൊത്തം ഗ്രൂപ്പിനേക്കാളേറെ, അഥവാ ബില്യണേഴ്സായിട്ട് ഫോബ്സ് ലിസ്റ്റ് ചെയ്ത വ്യത്യസ്ത ബിസിനസ് ഗ്രൂപ്പ് കൊടുക്കുന്ന ജോലിയേക്കാൾ കൂടുതൽ ഷെയ്ഖ് അബൂബക്കറിൻ്റെ പ്രസ്ഥാനം, ഷെയ്ഖ് അബൂബക്കർ പടുത്തുയർത്തിയ ആ പ്രസ്ഥാനം ജോലി കൊടുക്കുന്നുണ്ട്. 1,35,000. ഇനി അടുത്ത കമ്പാരിസൺ പോയത് സുസ്ഥിര വികസനത്തിൻ്റെ പാതയിലാണ്. അവിടെയും ആ കമ്പാരിസണിൽ മർക്കസ് നോളജിനെ കുറിച്ച് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. 2015 ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച സുസ്ഥിര വികസന ഗോളുകൾ, ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2014 മുന്നോട്ട് വെച്ച സ്മാർട്ട് സിറ്റീസ് പ്രോഗ്രാമുകൾ, 2012 അന്നത്തെ UDF സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച നോളജ് സിറ്റി, ഇതിനെല്ലാത്തിനും പ്രാക്ടിക്കൽ ഉദാഹരണം, അഥവാ തൊട്ട് കാണിക്കാൻ, ചൂണ്ടിക്കാണിക്കാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഉദാഹരണം ഇന്ന് ഐക്യരാഷ്ട്രം മുന്നോട്ട് വെച്ച ആ സുസ്ഥിര വികസന ഗോളുകളിൽ എല്ലാം തികയുന്ന ഒരു പ്രാക്ടിക്കൽ മോഡൽ ഇല്ല. 2014 മുഖ്യമന്ത്രി അധികാരത്തിലേറി, പ്രധാനമന്ത്രി അധികാരത്തിലേറി മുന്നോട്ട് വെച്ച സ്മാർട്ട് സിറ്റി പലതും വഴിമധ്യേ തടഞ്ഞു നിൽക്കുമ്പോൾ എന്നോട് ഡാറ്റ അനലിറ്റിക്സ് പറഞ്ഞു തന്നത് അമരാവതി, ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെച്ച അമരാവതി പ്രോജക്റ്റ് അതിനേക്കാളേറെ മുന്നോട്ട് പോയിക്കൊണ്ട് മർക്കസ് നോളജ് സിറ്റി വിജയിച്ചിരിക്കുന്നു എന്നാണ്. IIMK പോലത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ്മെൻറ്റിൻ്റെ താഴെ വരുന്ന ടയർ 2 മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റിൽ മർക്കസ് നോളജ് സിറ്റി സിലബസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 8 ചാപ്റ്ററോട് കൂടിയ ഈ 8 ചാപ്റ്ററിലെയും കണ്ടന്റ് കൊടുത്തത് മർക്കസ് നോളജ് സിറ്റിയാണ്. അഥവാ നോളജ് സിറ്റി അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്ന് ലോകം കൊണ്ടിരിക്കുന്ന, ലോകം നേടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മോഡലിനെ പ്രായോഗികമായൊരു മോഡലായി 100 രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് മർക്കസ് നോളജ് സിറ്റിയാണ്. ഇനി ഒന്നുകൂടി മുന്നോട്ട് പോയാൽ ഇതാണ് ഡാറ്റകൾ പറയുന്നതെങ്കിൽ എൻ്റെ ജീവിതാനുഭവത്തിൽ ഒരു 2-3 ഇൻസിഡൻറ്റ്, ഞാൻ ടൈം നോക്കിയിട്ട് തന്നെ പോകുന്നത്, മറ്റേ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നോളജ് സിറ്റി ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഓടിക്കുതച്ച് വന്നു. എന്നോട് ചോദിച്ചു, ഉസ്താദ് ആശുപത്രിയിലാണ്. എങ്ങനെയുണ്ട് ഉസ്താദിന്? നേരത്തെ പറഞ്ഞത് ലോകം പറഞ്ഞ ഡാറ്റകളാണ്. ഇനി നമ്മുടെ അനുഭവം എന്ന് പറയാം. ഏത് രീതിയിൽ ഉസ്താദ് ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചു, വിപ്ലവകാരിയെന്നോ റിനൈസൻസ് ലീഡറെന്നോ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ജനം വായിച്ചൊരു ഉസ്താദുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആ സ്ത്രീ എന്നോട് പറയുകയാണ്, എനിക്ക് 4 ആൺമക്കളുണ്ട്. എൻ്റെയും എൻ്റെ 4 ആൺമക്കളുടെയും ആയുസ് ഞാൻ അതിൻ്റെ ഒരു ഭാഗം ഉസ്താദിന് വേണ്ടി നേർച്ചയാക്കുകയാണ്. കാരണം ഉസ്താദിനെ സമൂഹത്തിന് ആവശ്യമുണ്ട്. നമ്മുടെ സമൂഹത്തിന്, എന്നെയും കുട്ടികളെയും അത്ര ആവശ്യം സമൂഹത്തിനില്ല. നിങ്ങൾ നോക്കണം, ഒരു സ്ത്രീ, സഹാബാക്കളുടെ കഥയല്ല ഞാൻ പറയുന്നത്, ആധുനിക ലോകത്ത് ഉസ്താദ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ നടന്ന സംഭവമാണ്. ഒരു ഉസ്താദിനടുത്ത് പഠിപ്പിച്ച് ഡോക്ടറാക്കിയ ഒരു പെൺകുട്ടി ഹൃദയസ്പർക്കായ ഒരു ലേഖനം തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു. പഠിപ്പിച്ച്, ആ യതീമിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കുക മാത്രമല്ല, വിവാഹത്തിൻ്റെ ആ പ്രഭാതത്തിൽ 3 പവൻ്റെ സ്വർണ്ണമാലയുമായി ഉസ്താദിൻ്റെ പ്രതിനിധി എത്തുകയാണ്. ആ കുട്ടിക്ക് ബാപ്പയുടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട്, കണ്ടല്ലേ, കല്യാണം ഉറപ്പിച്ചുകൊണ്ട് പ്രവാസിയായ ഒരു പിതാവ് ഓടി എത്തുന്നത് പോലെ ഗിഫ്റ്റുമായി എത്തുന്ന മഹാനായ പി ഉസ്താദിനെ ഏത് ഫിലാന്ത്രോപ്പിസ്റ്റ് ലിസ്റ്റിൽ നമ്മൾ പെടുത്തുമെന്ന്, പെടുത്താത്തതിൻ്റെ പരാജയം നമ്മളെ കൂടി പരാജയമാണെന്ന് കൂടി കൂട്ടി വായിക്കണം. സമയമായി. ഒരു ചെറിയ ഇൻസിഡൻറ്റ് കൂടി. ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ ഇരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ 3-4 പേരുണ്ട്. ഗ്രൂപ്പായിട്ട് 2 പ്ലെയിനിലായിട്ട് പോകേണ്ടവരാണ്. അതുവരെയും ചായ കുടിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഉസ്താദ് പ്ലെയിനിലേക്ക് കയറാൻ പോകണ സമയത്ത് ആ സെക്യൂരിറ്റി ഡോർ കഴിഞ്ഞ് ചെന്നിട്ട് ചെവിയിലെന്തോ മന്ത്രിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളല്ലേ ഇതുവരെ സംസാരിച്ചത്, പിന്നെ ഈ സമയത്ത് ബുദ്ധിമുട്ടിക്കണം? അല്ല, യാത്രയല്ലേ,
ഞാനും യാത്രക്ക് പോവുകയാണ്, എന്തും സംഭവിക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പം എൻ്റെ കൈ പിടിച്ചതുപോലെ സ്വർഗത്തിലും എൻ്റെ കൈ പിടിക്കണമെന്ന് ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഞാൻ പോയതുണ്ട്. അങ്ങനത്തെ ഒരു നേതാവിന് ഞാൻ സഹാബാക്കളുടെ കഥയല്ല പറയുന്നത്, ആദ്യ ലോകത്തെ ഷെയ്ഖ് അബൂബക്കറിനെ കുറിച്ചിട്ടാണ്. ഇനി എനിക്ക് നമ്മളോട് പറയാനുള്ളത്, എൻ്റെ ടൈം കമ്പ്യൂട്ടർ പറഞ്ഞ് സ്റ്റോപ്പായി എന്നുള്ളത് നിർത്തുകയാണ് ഞാൻ. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് പറയാനുള്ളത്, ലോകം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിലാന്ത്രോപ്പിക് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസിനെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മണ്ഡലങ്ങളിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ചെലവഴിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. നിങ്ങൾ ഈ ഒരു മോഡലിനോട് കൂടിച്ചേർത്തുകൊണ്ട് രാജ്യനന്മക്കായിട്ട് കൈകോർക്കണമെന്ന അപേക്ഷ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് എനിക്ക് പറയാനുണ്ട്. അക്കാഡമിഷ്യൻസോടും കുരിക്കുന്ന പ്രൊഫഷണലോടും പറയാനുള്ളത്, ഞങ്ങൾക്ക് ധാരാളം ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യമുണ്ട്. ഈ പദ്ധതികളൊക്കെ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞത് ആരോ പറഞ്ഞു എത്ര നോളജ് സിറ്റികളാണ് വരാൻ പോകുന്നത്. എനിക്ക് തന്നെ കണക്കില്ല, 4-5 നോളജ് സിറ്റികൾ ഇനി വരാനുണ്ട്. അതിൻ്റെ കോൺസെപ്ച്വൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് സപ്പോർട്ടായിക്കൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങളോട് നമ്മൾ അപേക്ഷിക്കുകയാണ്. കോർപ്പറേറ്റ് ബിസിനസ് ലീഡേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ലെറ്റ് us യുണൈറ്റ്, ജോയിൻ ടുഗദർ. നിങ്ങളുടെ CSR ഫണ്ട് ഞാൻ വായിച്ചു, ഗൾഫാറിൽ നിന്ന് CSR ഫണ്ട് കൊണ്ടാണ് പുതുപ്പാടി പഞ്ചായത്തിലെ സ്ത്രീകളെ നമ്മൾ ശാക്തീകരിച്ചുകൊണ്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ലീഡേഴ്സാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന CSR ഫണ്ട് നമ്മളോട് കൈകോർത്തുകൊണ്ട് ഈ സമൂഹത്തെ നന്മക്കായി ഉപയോഗിക്കണം. ഇങ്ങനത്തെ ഒരു മോഡൽ ലോകത്ത് അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത്. എല്ലാവർക്കും ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് ഡാറ്റയിലും സംശയം എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.